അവൻ്റെ മുഖം ഇത്രയടുത്ത് നെഞ്ചിടിക്കുന്നത് പുറത്തേക്ക് കേൾക്കാമെന്ന് തോന്നി. അവൻ്റെ കണ്ണുകളിൽ അവളിൽ ഓടി നടന്നു. അവസാനം വിറയ്ക്കുന്ന വിടർന്ന ചുണ്ടുകളിൽ വന്ന് നിന്നു. പതിയെ നുകർന്നെടുക്കുമ്പോൾ അവനിൽ അലിഞ്ഞുപോയി കഴിഞ്ഞിരുന്നു അവളും. മുടിയിഴകളും മീശയും താടിരോമങ്ങളും കവിളിലും കഴുത്തിലും തീർത്ത വർണ്ണവിസ്മയം. അവയ്ക്കൊപ്പം ചുണ്ടുകളും സ്ഥാനം പിടിച്ചപ്പോൾ ഒരു പിടപ്പോടെ അവനെ തള്ളിമാറ്റി. കിതച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. നേർത്ത തണുപ്പ്. സാർ ഇപ്പോഴും അങ്ങേയറ്റത്ത് ഉറക്കത്തിലാണ്. ഷേ, സ്വപ്നം. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പാടുണ്ടോ ആർദ്ര? സ്വയം ചോദിച്ചുകൊണ്ട് പതിയെ ചിരിച്ചു. എഴുന്നേറ്റ് ഫ്രഷായി വന്നിട്ടാണ് അവനെ വിളിച്ചത്. സാർ എഴുന്നേൽക്കുന്നില്ലേ? പോകണ്ടേ? കണ്ണ് തുറന്ന് അങ്ങനെ കിടന്നു. എഴുന്നേൽക്കുന്നില്ലേ? താൻ കുളിച്ചോ? ഇപ്പോൾ വരാം, 10 മിനിറ്റ്. ബാഗൊക്കെ പാക്ക് ചെയ്തില്ലേ ഇന്നലെ? ഉവ് സാർ. ഒന്ന് മൂളിയിട്ട് ബാത്റൂമിലേക്ക് നടന്നു. വല്ല മൈൻഡുണ്ടോ എന്ന് നോക്ക്. ഇന്നലെ ആ നെഞ്ചിൽ ചേർന്നല്ലേ താൻ കരഞ്ഞ്? അതിൻ്റെ എന്തേലും ഓർമ്മയുണ്ടോ എന്ന് നോക്ക്. ഷേ, ചോദിച്ചപ്പോൾ അതങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അവൻ റെഡിയായി വന്നു. പോകാം ഡോ. പോകാം സാർ. താൻ ഇന്ന് റെസ്റ്റ് ചെയ്തോ? നാളെ തൊട്ട് വരണം ഓഫീസിൽ. വരാം സാർ. പിറ്റേന്ന് ഓഫീസിലെത്തിയപ്പോഴേ അവൾ ഒന്ന് ഞെട്ടി. ജയദേവൻ മറ്റേതോ പെൺകുട്ടിയുമായി ചിരിച്ചിരിക്കുന്നു. തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയി. സാർ, ആ ആർദ്ര തൻ്റെ ക്യാബിനപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്തേ സാർ? അതാണ് വർക്ക് ചെയ്യാൻ നല്ലത് സാർ. ഒന്ന് അന്തം വിട്ട് നോക്കി. മീറ്റ് മിസ് മീര. എൻ്റെ PA ആയി ചാർജ് എടുക്കാൻ വന്നതാണ് സാർ. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുന്നേ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വേഗം ഡോർ തുറന്നിറങ്ങി. പതിയെ ക്യാബിനെത്തുമ്പോഴേക്കും കണ്ണുകൾ ഒഴുകിയിരുന്നു. എത്ര തുടച്ചിട്ടും തോരാതെ. ആർദ്ര. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. സച്ചിൻ സാർ. എന്തേ? എന്തിനാ കരഞ്ഞേ? ഒന്നുമില്ല സാർ. പുതിയ സ്റ്റാഫിനെ പരിചയപ്പെട്ടോ താൻ? വെറുതെ ഒന്ന് മൂളി. ആൾക്കുള്ളതാ ഈ ക്യാബിൻ. കണ്ണുകൾ തുടയ്ക്കുന്നത് നിർത്തിയിട്ട് അവൾ അവനെ നോക്കി. ആടോ, എൻ്റെ അസിസ്റ്റൻ്റാണ് മീര. അപ്പോ സാർ പറഞ്ഞതോ? സാർ എന്താ പറഞ്ഞേ? മീര എൻ്റെ PA ആവാൻ വന്നതാണ് എന്ന്. എന്നിട്ട് ബാക്കി കേട്ടില്ലടാ. അപ്പോഴേക്കും ഇങ്ങോട്ട് ഓടിപ്പോന്നു. അത് കേട്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. സാർ. മുന്നിൽ ജയദേവൻ. സച്ചിൻ പൊയ്ക്കോ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ പാടുപെട്ടു. PA ആവാൻ വന്നതാണ്. പക്ഷേ എനിക്കൊരു PA വന്നു പോയി. അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയാൻ വന്നേ. കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. അപ്പോൾ ഈ ക്യാബിനിൽ ഇരുന്നോ എന്ന് പറഞ്ഞതോ? അവൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ. തൻ്റെ പണി നടക്കില്ലല്ലോ, അതാ അങ്ങനെ പറഞ്ഞ്. എന്നിട്ടും മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ പിറകിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഉപാധികളില്ലാതെ, നിബന്ധനകളില്ലാതെ ഞാൻ നിന്നെ എൻ്റേതാക്കട്ടെ ആരോ. മുഖം വിടർന്നു. കണ്ണുകൾ ആ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. ചുണ്ടുകൾ പതിയെ വിരൽ തൊട്ട് നോക്കി. ഒന്ന് തൊടാനുള്ള കൊതി. ഒരു കൈ തലയ്ക്ക് പിന്നിലേക്ക് നീക്കി ചുണ്ടുകൾ വലിച്ചെടുത്തു. ശ്വാസം വിങ്ങി. മതിയെന്ന് ഉള്ളിൽ ആരോ പറയുന്ന പോലെ. അടുത്ത നിമിഷം അവനെ തള്ളി മാറ്റിയിരുന്നു. കിതയ്ക്കുന്നവളെ ചിരിയോടെ നോക്കി നിന്നു. എങ്ങനെയുണ്ട്? സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ മനോഹരമാണോ? കണ്ണൊന്ന് മിഴിഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും മുറുകെ ചേർത്തു. എനിക്ക് വേണമാരു. എൻ്റെയാണ്, എൻ്റേത് മാത്രം. എതിർത്തില്ല. താൻ ആരാണെന്നറിയുന്ന നിമിഷം അവൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് തോന്നിപ്പോയി. പിറ്റേന്ന് വന്നതേ മനസ്സ് നിറഞ്ഞാണ്. അവനെ കണ്ടതേ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ തന്നെയാണ് നോക്കി നിന്നിരുന്നത് എന്നറിഞ്ഞു. അറിയാതെ തല കുനിഞ്ഞുപോയി. അങ്ങനെ കസേരയിൽ പോയിരുന്നു. ആർദ്രക്കുട്ടി, ഇങ്ങോട്ട് നോക്കിക്കേ. കസേരയുടെ ഇരുവശവും പിടിച്ച് അവൻ അവൾക്ക് നേരെ മുഖം താഴ്ത്തി. ഉയർന്ന ഹൃദയമിടിപ്പ്. അവൻ്റെ സാമീപ്യത്തിൽ മാത്രം ഉയർന്നു കേൾക്കുന്ന ഒന്ന്. മുഖമുയർന്ന പാടെ കസേരയിലേക്ക് ചായച്ചിരുത്തി ചുംബിച്ചു കളഞ്ഞു. സാർ. മോർണിംഗ് കിസ്. ചുവന്നു പോയ കവളിൽ ഒന്നുകൂടെ അമർത്തി ഉമ്മ വെച്ചു. ഇന്ന് എൻ്റെ കൂടെ വന്നാൽ മതി. എങ്ങോട്ട്? ഫ്ലാറ്റിലേക്ക്. ഒന്ന് ഭയന്നു പോയി. എന്തിനാ സാർ? ഇന്ന് തൊട്ട് എനിക്കൊപ്പമാണ് ആർദ്ര. അല്ലേന്ന്. അത് എനിക്ക് പേടിയാണ് സാർ. ഹോസ്റ്റലിൽ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. തൻ്റെ വീട്ടിലറിയാതെ ഇരുന്നാൽ പോരെ? അഥവാ അറിഞ്ഞാലും ഞാൻ നിന്നെ കെട്ടിക്കോളാം. പോരെ? കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തേ? കെട്ടുമെന്ന് പറഞ്ഞത് വിശ്വാസമില്ലേ? ഇല്ല, എന്നെ ഒട്ടും വിശ്വാസമില്ല. അവൾ വിലങ്ങനെ തലയാട്ടി. നിങ്ങളെയല്ല, എന്നെ. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവളെ ഒന്ന് നോക്കി. അപ്പോൾ മറക്കണ്ട, വൈകിട്ട് എൻ്റെ കൂടെ. മറുപടി പറയും മുന്നേ ഫോൺ എടുത്ത് സംസാരം തുടങ്ങി. സാറിൻ്റെ ഫ്ലാറ്റിൽ, സാറിൻ്റെ കൂടെ. എന്തിനായിരിക്കും? ഫസ്റ്റ് നൈറ്റ് ആയിരിക്കുമോ ഭഗവാനെ? ആണെങ്കിൽ. കൈയും കാലും വിറയ്ക്കുന്നു. നെഞ്ചിലാകെ ഒരു ഭാരം. വെള്ളം വേണമല്ലോ. ടേബിളിൽ നിന്ന് കൈ എത്തിച്ച് വെള്ളമെടുത്തു. കുടിച്ചതോ അങ്ങനെ നെഞ്ചിലേക്ക് വീണു. അവളെ തന്നെ കുറച്ചു നേരമായി നോക്കിയിരിക്കുന്നു. ഫോൺ വെച്ച് അവൾക്കരികിലേക്ക് നടന്നു. എന്താടോ ഇത്? വെള്ളം കുടിക്കാൻ അറിയില്ലേ തനിക്ക്? ലാസ്റ്റ് വെള്ളം ഇറക്കും മുന്നേ തെരുപ്പിൽ കയറി. ചുമയും. അവൻ നെറുകിൽ പതിയെ തട്ടിക്കൊടുത്തു. എന്ത് പറ്റി? ഒന്നുമില്ല സാർ.
പിന്നെ എന്തേ ഒരു വെപ്രാളം? ഓ ഒന്നുമില്ല. എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണോ? അയ്യോ അല്ല. നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അതാലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഉച്ചയ്ക്ക് ഇറങ്ങിക്കോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വരാം. അങ്ങനെ തലയാട്ടി. ഇപ്പോഴേ പേടിക്കാതെ കൊച്ചേ, ഞാനല്ലേ. ഇഷ്ടമല്ലേ എന്നെ? മിണ്ടിയില്ല. ഇഷ്ടമാണ്, ഒത്തിരി. സാർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്നാൽ അതിലും എത്രയോ മുന്നേ പ്രണയിച്ചു തുടങ്ങിയതാണവൻ. അവളത് അറിഞ്ഞില്ല എങ്കിൽ കൂടി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും മുൻപ് തന്നെ അവൻ എത്തിയിരുന്നു. ഇറങ്ങാം, എനിക്ക് വിശക്കുന്നു. ബിരിയാണി വാങ്ങിത്തരാം, വാ. സാർ വാടോ. സാർ. എനിക്കൊരു സംശയം. ഇത്ര വേഗമോ? ചോദിക്ക്. അത് പിന്നെ. ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. കയറിയിട്ട് ബാക്കി പറയാം. വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് റെഡി ആയിരുന്നു. പിറകിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൻ വണ്ടിയെടുത്തു. പറ ആരോ. ആ വിളിയിൽ അവളൊന്ന് പരുങ്ങി. പറയുന്നില്ലേ? പറ. സാർ എന്തിനാ ആരോ എന്ന് വിളിക്കണേ? ഇഷ്ടായില്ലേ? ഇഷ്ടായി. ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. വീട്ടിലെന്താ അപ്പോൾ വിളിക്കുക? വീട്ടിലെങ്ങനെ പ്രത്യേകിച്ചൊന്നും വിളിക്കില്ല. കള്ളം. ഏട്ടന്മാർ പൊതുവെ അങ്ങനെ എന്തേലും വിളിക്കും, എന്നെപ്പോലെ. ശരിയാണ്, ഏട്ടനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏട്ടനോട് അത്രയ്ക്കും അടുപ്പമില്ല, അതാ. അതല്ലെന്ന് എനിക്കറിയാം. തൽക്കാലം വിശ്വസിച്ചു. അവൾക്ക് ആശ്വാസം തോന്നി. അതാണോ ചോദിക്കാൻ വന്നേ? അല്ല. പിന്നെ ഓഫീസിൽ ആരും എന്നെ കളിയാക്കാത്തതെന്താ? എന്തിനാ ഇപ്പോൾ കളിയാക്കുന്നേ? സാറിൻ്റെ കൂടെ വരുന്നതിൽ. എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. അവളൊന്ന് ഞെട്ടി. സത്യം? സത്യമാടോ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. അവനെ തന്നെ നോക്കിയിരുന്നു. ഹൃദയം മുഴുവൻ ഈ ഒരാൾ അങ്ങനെ നിറഞ്ഞു നിന്നു. കെട്ടാൻ പോകുന്ന ആളോ? അപ്പോൾ ശരിക്കും ഇഷ്ടമാണോ തന്നെ? പാസ്റ്റ് അറിയുമ്പോഴോ? അതറിയുമ്പോൾ വേണ്ടെന്ന് പറയില്ലേ? ഭക്ഷണം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് സാർ ആരോട് സംസാരിക്കുന്നത് കണ്ട് മുഖം മുറുകിയത്. സാർ. അയാൾ അവളെ കണ്ട് ഒന്ന് നോക്കി. ഇതേതാ, പുതിയ സ്റ്റാഫാണല്ലോ. അപ്പോൾ മറ്റേത് വിട്ടോ? ഒന്ന് പിടഞ്ഞുപോയി. അപ്പോൾ മുന്നേ വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഡാ, നീ ഇത് മുന്നേ എത്ര പെണ്ണിൻ്റെ കൂടെ എന്നെ കണ്ടിട്ടുണ്ട്? ഒത്തിരി ഉണ്ടല്ലോ. അതിൽ ദീപ്തി പെടുമോ? അയാളുടെ മുഖം മാറുന്നതും ദേഷ്യം കൊള്ളുന്നതും കണ്ടു. എന്തേ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലേ നിനക്ക്? ദേവാ, വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ദീപ, വേണ്ട എന്ന്. ആർദ്രയെ ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നടന്നു. അതാരാ സാർ? ദീപൻ. എൻ്റെ ശത്രുവാണ്. അതെന്താ? ശത്രു ഉണ്ടാവാൻ പാടില്ലേ? ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ ശത്രുക്കൾ വേണം. പക്ഷേ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ അവനെപ്പോലെ ശത്രുക്കൾ വേണം. ഒന്നും മനസ്സിലായില്ല എങ്കിലും തലയൊന്നാട്ടി. വിവരമുള്ള ആരോ പറഞ്ഞതാണ് ഇത്. ഞാനല്ല. എൻ്റെ ആർദ്ര. അതാലോചിച്ച് തല പുകയ്ക്കണ്ട. അവൻ പറഞ്ഞപ്പോൾ പേടിച്ചോ? ചെറുതായിട്ട്. ഞെട്ടിയത് ഞാൻ കണ്ടിരുന്നു. അത് പെട്ടെന്ന് അവൻ പതിയെ ചിരിച്ചു. പോകാം. രാത്രിയായപ്പോൾ തൊട്ട് പേടികൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആർദ്ര. ആ. ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താടോ, കിടക്കുന്നില്ലേ താൻ? എന്നാ വാ. അത് പിന്നെ എൻ്റെ ആർദ്രക്കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല. സമയമെടുത്തോ കേട്ടോ. അവൾക്ക് ആശ്വാസം തോന്നി. പക്ഷേ ബെഡിൽ കിടന്ന ഉടനെ അവളെ തന്നോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ കിടന്നാൽ മതി കേട്ടോ. പേടിയുണ്ടോ? ഇല്ലെന്ന് വെറുതെ മൂളി. ഉറങ്ങിക്കോ. അവൾക്ക് ഉറക്കം വന്നില്ല. പക്ഷേ താളത്തിലായ അവൻ്റെ നിശ്വാസം അവൻ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ആ മുഖത്തേക്ക് ഒന്ന് നോക്കി. എൻ്റേതാണോ? ആയിരിക്കും അല്ലേ? എത്ര നാൾ? അതറിയില്ല എന്ന് മാത്രം.